ഇന്നുണ്ടല്ലോ എനിക്ക് രാവിലെ തൊട്ടേ ഓരോരോ പണികളായിരുന്നു കേട്ടോ. നമുക്ക് നോമ്പ് അങ്ങോട്ട് വരാനാവുമ്പം പണികൾ അങ്ങോട്ട് തീരൂല അല്ലേ. അവിടെയും കൂടി ഒന്ന് എടുത്ത് വെക്കാം, അവിടെ അങ്ങോട്ട് എടുത്ത് വെക്കാം, അവിടെ ക്ലീൻ ചെയ്യാം, ഇവിടെ ക്ലീൻ ചെയ്യാം, അങ്ങനെ ഓരോന്ന് എടുത്ത് മുക്കും മൂലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്നും നാളെ അങ്ങനെ നോമ്പാണല്ലോ, അപ്പോൾ നമുക്ക് ഇന്നും കൂടി ഇങ്ങോട്ട് കുറച്ച് പണികൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നൊരു ഉടായ്പ് ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചൊരു പച്ചരി ചോറാക്കിയിട്ട് ഉണ്ടാക്കി അതിന് ഞാൻ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു അടിപൊളി ചോറും ഉണ്ടാക്കി അതിലേക്ക് ചിക്കനും പൊരിച്ചു, പിന്നെ പപ്പടം പൊരിച്ചു. തൈരില്ല കേട്ടോ, തൈര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഇതുമല്ലേ, അപ്പോൾ ഉള്ളുവടയില്ലല്ലോ, സ്കൂൾക്ക് വയ്ക്കല്ലേ, അപ്പോൾ ഞാൻ വാങ്ങിയില്ല. അതുകൊണ്ടല്ല, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി. മൂപ്പര് ഇന്ന് രാവിലെ മുതൽ മൂപ്പര് പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പെങ്ങൾ. അപ്പോൾ ഒരു 11-12 മണിയൊക്കെ ആയപ്പെട്ടോ. അപ്പോൾ വന്നിട്ട് ഇന്ന് അവരുടെ കൂടെ പോയതാണ്, പെങ്ങളപ്പോൾ പോയതാണ്. വലിയ പെങ്ങളെ വീട്ടിലേക്ക് പുത്തലാണ്, ഇവിടെ അരീക്കോട് തന്നെ പുത്തലത്താണ് വലിയ പെങ്ങളെ വീട്ടിലേക്ക്. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി. ഇപ്പോൾ നോമ്പുതലായതുകൊണ്ട്, അതായത് നോമ്പിൽ തലേ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാൻ വന്നതായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ചോറ് ഇവിടുന്ന് കഴിക്കാം, ഞാൻ ആ വന്ന സമയത്തൊന്നും ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നമുക്ക് മന്തി കൊണ്ടുവന്ന് കഴിക്കാം, ഇവിടെ നിന്ന് ചോറ് വെച്ചിട്ട് കുറേ പറഞ്ഞു. പക്ഷേ വേണ്ട, ചോറ് വെച്ചാൽ എനിക്ക് ഇവിടെ കിടക്കേണ്ടി വരും, ഞാൻ എല്ലാവരും ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയതാണ്. എന്നാൽ പിന്നെ ഓട്ടോ ഒന്നും പിടിച്ച് പോകണ്ടല്ലോ, രണ്ടാൾ ബൈക്കും അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഓല് പോയ ടൈമിലാണ് ഞാൻ പിന്നെ ഈ ഒരു തട്ടിക്കൂട്ട് ചോറും ചിക്കൻ പൊരിച്ചതും പപ്പടം പൊരിച്ച് ഒക്കെ റെഡിയായി. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡിനൊന്നും കാതെയാണ് ചോറ് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമൂൻ്റെ കൂടെ അങ്ങോട്ട് ഫുഡ് കഴിച്ചു, ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു. അത് നന്നായി തോന്നി, കാരണം മൂപ്പരെ കാത്തുനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ശശിയായേനെ. കാരണം മൂപ്പര അവിടുന്ന് വെച്ചു ചോറല്ല, മൂപ്പര ഞാൻ പറയില്ല 3 പെങ്ങന്മാരാണ്, രണ്ടാമത്തെ പെങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലപ്പം പോയപ്പോൾ അവിടുന്ന് അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഔൽ മിൽക്കിൻ്റെ കട കണ്ടപ്പോൾ നമുക്ക് അവിടെ പോയി ജ്യൂസ് കുടിക്കല്ലേ എന്ന് പറഞ്ഞ് രണ്ടാളും പോയി ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഈ അവിൽ മിൽക്കിൻ്റെ അവിടെ കയറി ജ്യൂസ് അവിൽ മിൽക്ക് കഴിച്ചാൽ ഒരു വലിയ ഗ്ലാസ് ആയിരിക്കും അതിൽ നിറച്ചുണ്ടാവും. അപ്പോൾ അത് കുടിച്ചപ്പോൾ മൂപ്പേർക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒന്നും വേണ്ടാന്ന് പറയാണ്ട വന്നത് കേട്ടോ. അപ്പോൾ വന്ന ടൈമിലാണ് ഇതും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്, സ്കൂൾക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടെ. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ ഓള് വരാനായപ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലും ഇന്ന് നമ്മൾ ഇടണ്ടേ, ഇന്നും കൂടി അല്ലേ നോമ്പല്ലാത്ത വീഡിയോകൾ, നാളെ മുതൽ നമുക്ക് നോമ്പിൻ്റെ വീഡിയോസ് ആയിരിക്കും അല്ലേ. കാരണം നമുക്ക് ഡേ 1 ഒരു 30 ദിവസം ചലഞ്ചാക്കി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാക്കട്ടെ, ചിലപ്പോൾ നമുക്ക് അസുഖ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ 30 ദിവസത്തെ ചലഞ്ചായിട്ട് തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇതുമൂന്ന് പറഞ്ഞയച്ചതിന് ശേഷം ആ കിച്ചണിക്ക് വന്നു. ഇനി കിച്ചണും കൂടി ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മുടെ പാത്രം വെക്കുന്ന സംഗതികളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴതാ വരുന്നുണ്ട് ക്ലീൻ ചെയ്യാനുള്ള വലിയ ആൾ ഐറൂസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടികളൊക്കെ ആഗ്രഹങ്ങളൊക്കെ 8 മടക്കി അവിടെ വെച്ചു. എൻ്റെ ഐറൂസിനെ ഇങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മോളൂന് എന്താ അറിയില്ല, എന്തോ ഒരു തലവേദനയും പനിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നിയപ്പം ഡോക്ടർ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഗുളിക കഴിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് അവളവിടെ ആക്കിയിട്ട് മോളൂൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പനിയൊന്നുമില്ലൊക്കെ വയറുവേദന നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ഫുഡ് പറ്റാത്തതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഓള് അതിനുള്ള മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഞ്ഞിയോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഏതായാലും ഓൾ ഹസ്ബൻഡിനുള്ള ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തുത്തും വീഡിയോ കോൾ ചെയ്യുന്ന സമയമാണ്, അപ്പോഴാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓളോട് ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ചായ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോളൊരു ഹസ്ബൻഡ് ചായയും കുടിച്ചു. രാവിലത്തെ ദോശയായിട്ട് കഴിച്ചത്. ഈ തട്ടിക്കൂട്ട് ബിരിയാണി ഒന്നും ഇഷ്ടമായില്ല. കാരണം അങ്ങനത്തെ അല്ലെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണി, അങ്ങനെ നെയ്ച്ചോറ് പിന്നെയും കഴിക്കും, ബിരിയാണി അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത മോളൂൻ്റെ ഹസ്ബൻഡിന് കേട്ടോ. ഒരു നാടൻ ഫുഡും മീൻ പൊരിച്ചത്, അങ്ങനെ ഉപ്പേരി, ചീരത്തോര, അങ്ങനെയൊക്കെയാണ് ഓന് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓന് ഞാൻ വെച്ചാൽ ബിരിയാണി അങ്ങനെ പിടിച്ചില്ല. എന്നാലും ഞാനത് വിളമ്പി കൊടുത്തു. പിന്നെ ദോശ ഉണ്ടായിരുന്നു, രാവിലത്തെ ദോശയും കടലക്കറി ഉണ്ടായിരുന്നു. ഓൻ അതാ കഴിച്ചത്. പിന്നെ ചിക്കനൊക്കെ ഇങ്ങിട്ട് പൊരിച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ ഏതായാലും കുറച്ചൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഓൻ പോയിട്ടുണ്ട്. ഓൻ പോയ ശേഷം ഞങ്ങളിത് അവിടെ പിന്നെ ഐറൂനായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും സ്കൂളിട്ട് വന്നപ്പോൾ എൻ്റെ ഐറൂസ് ഇറങ്ങിപ്പോണ ഓട്ടം കണ്ട് ഓളങ്ങിട്ട് അവിടുന്ന് ആ മുൻപത്ത് നിന്നിട്ട് വരുന്ന കാഴ്ച കണ്ടപ്പോഴേ ഇവിടുന്ന് ഇങ്ങോട്ട് തുള്ളിച്ചാടിയിട്ട് ഉമ്മൂന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഗേറ്റ് വാതിലും തുറന്ന് ഓടിപ്പോയതാണ് കേട്ടോ. മോൾ ഞാൻ ഇവിടെ കിടന്ന് ഇപ്പം നല്ല സുഖമുണ്ട്, ഓൾ ഗുളികയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഞ്ഞി വെച്ചിട്ട് ഓൾ കഞ്ഞി അങ്ങനെ കുടിക്കൂല കേട്ടോ. പിന്നെ കഞ്ഞി കൊടുത്തു, അതിൻ്റെ പുറമെ ബെന്നില്ലേ അത് കൊടുത്തു. ഇപ്പോൾ ഈ ബിരിയാണി അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരു നമ്മൾ പീടിയെന്ന് ഒരു
ബന്നു വാങ്ങിക്കൊണ്ടു. അതാകുമ്പോൾ ചായ കുത്തി കഴിച്ചാൽ വയറിനൊക്കെ സുഖമാവുമല്ലോ. അപ്പോൾ അതായത് ഇതും വന്ന ഉടൻ തന്നെ പിന്നെ അവളെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ആ നൂലും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടുന്ന് ഒഴിവ് സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുട്ടികളെ മുന്നിൽ ആളാവാൻ തന്നെ, അല്ലാതൊന്നുമല്ല. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഞങ്ങൾ പുറത്ത് വന്ന് സിനിമക്കൊക്കെ പോയില്ലേ, അന്ന് ഇങ്ങനെ ഈ ഒരു നൂലിൻ്റെ ഒരു കെട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ അത് എനിക്കൊരു ബാഗ് എന്തായാലും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാഗ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അതാ ഇത്ര പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, പറയണ വിചാരിക്കണ പോലെ നല്ല അടിപൊളിയായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു 5-5:15 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നു. അതിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ഈ ഐറൂനെ നല്ല കുളിപ്പിച്ച് സുന്ദരി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളിന് വയ്യാത്തതുകൊണ്ട് രാവിലെ അവൾ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത്. അപ്പോൾ മുട്ടായി വാങ്ങാൻ പോകുകയാണ്, കുപ്പായി നിക്കറൊക്കെ ഇട്ടുകയാണ് മുട്ടായി വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതുമൂന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് ഇതും മേലെ ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഓളും കൂടി വന്നിട്ട് ഒരുമിച്ച് മുട്ടായി വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഓളെ കാത്ത് നിൽക്കുകയാണ്. ഓൾ സ്കൂളിൽ വന്നിക്കാണ്ട് ഓള് മേലെ ഇടാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓളും കൂടി എത്തി. രണ്ടാളും മുട്ടായി വാങ്ങാൻ പോകണം. ഞാനും മൂളെ കൊടുക്കും. മോളൂന് ഇത് ക്ഷീണം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല കേട്ടോ. ഈ മുട്ടായി വാങ്ങാൻ പോകാറുണ്ട് ഇത് അവിടെ നമ്മൾ എത്തങ്ങാണ്ടി നമ്മൾ ഈ അവിടെ തന്നെ കേട്ടോ, ഈ കടയിൽ തന്നെയാണ് പോകുന്നത് വാങ്ങാൻ. അപ്പോൾ ഞങ്ങൾ പോയ ശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇവിടെ ഇരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും നടക്കാത്തതുകൊണ്ട് ചായ കൂടി ഓള് കിടക്കിയിരുന്നു. ഞങ്ങളും വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തില്ല. പിന്നെ ഐറൂസ് ഇതാ വൈകുന്നേരം കുളിച്ചതുകൊണ്ട് ഒരു 9 മണിയായപ്പോഴേക്കും ഉറങ്ങിട്ടോ. പിന്നെ ഒരു 10-11 മണിയായപ്പോഴാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നത്. മോളും ഇതാ ചെറുതായിട്ടൊന്ന് കണ്ണ് മാളിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് വിളിച്ചത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് മുഖം ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ലിപ്സ്റ്റിക് ഇട്ടാലെങ്കിൽ ആ മുഖത്തെ ക്ഷീണം അങ്ങോട്ട് മാറി ഒരു ഉണർച്ച തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വെച്ച് ഞാൻ ഗുളികയൊക്കെ ശരിക്കും കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഓള് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഐറൂസ് നല്ല ഉറക്കാണ് കേട്ടോ. ഓന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 9 മണിയായപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോളൊരു ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു വേഗം റെഡി ആവുക, ഞാൻ വന്ന അപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഉറങ്ങാണ് കേട്ടോ. നല്ല കുറേ നേരം ഒരു 10 മണി വരെ നിന്ന് മൂപ്പർക്ക് ഈ സ്കൂൾ ബസ്സിലൊക്കെ പോയി വരുന്നതുകൊണ്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങണം. മൂപ്പര് എൻ്റെ ഒരു ഉറക്കം എന്ന് പറയുന്നത് എനിക്ക് മാക്സിമം ഒരു 11 മണി കഴിഞ്ഞാൽ ഉറക്കം വരുള്ളൂ. മൂപ്പർക്കാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴേ ഉറക്കം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വന്നുകൊണ്ട് തന്നെ മൂപ്പരൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോയി കടന്നോളി, കാരണം ഒന്നാമത് സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും, നല്ല ടയേർഡായിരിക്കും. അപ്പോൾ വേഗം കടന്നോളി, രാവിലെ നേരത്തെ എണീക്കും വേണ്ട, 7:30 സ്കൂൾ അങ്ങനെ പോവും വേണം. അപ്പോൾ ഞാൻ ഏതായാലും പോകുന്ന സമയം ഓള് ഇപ്പച്ചിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെന്നിട്ട് ഇപ്പച്ചിയെ പോവാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഐറൂനെ എണീറ്റ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ പോയി കിടന്നു. അങ്ങനെ ഐറൂനെ ഉറക്കത്തിൽ എടുത്താണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഓനെ അങ്ങനെ ഉറങ്ങി കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ്. കാരണം ഇനി രാവിലെ എണീക്കുമ്പോൾ ഞാൻ അവിടെ ഉറക്കുമ്പോൾ കണ്ടതാണല്ലോ, ഈ രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങേറിക്കാരം, ഐറൂന് അവിടെ ഇടങ്ങേറിക്കാരം. പിറ്റേന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, രാവിലെ എണീറ്റപ്പം മെഞ്ഞി എന്ന് പറഞ്ഞാൽ ഒഴിച്ചിനി എന്നൊക്കെ പറഞ്ഞു. ഉറങ്ങിപ്പോകുമ്പോൾ കാണുമ്പോൾ ഒരു ഇടങ്ങേറാണ്. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന്. വെയിറ്റിൽ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കാണിക്കാത്തത്. പിന്നെ ചില ദിവസം മറന്നു പോകും കേട്ടോ വെയിറ്റ് നോക്കാനായിട്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും പണിയിൽ അടുക്കളയ്ക്കാണ്ട് ഓടിപ്പോയി എന്തെങ്കിലും പണിയ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് നോക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് കാണിക്കാത്തത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് നമ്മുടെ വെയിറ്റ്. അതുകൊണ്ടാണ് ഇനി പ്രത്യേകിച്ച് അതൊന്നും എടുത്ത് കാണിക്കാത്തതും പറയാത്തതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാ റമദാൻ്റെ മുന്നേ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 94.8 ഇനി ഒരു മാസം സമയം നമുക്കുണ്ട്. നമുക്ക് നോക്കാം ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര കുറക്കാൻ പറ്റുമെന്ന്. അതൊരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ എടുക്കാം. ഒന്നും വേറെ അസുഖങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോട്ടെ, എത്ര കുറക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ വെയിറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെയിറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് എന്തായി ഇപ്പോൾ ചോദിച്ച് ഞാൻ കാണിക്കാത്തതുകൊണ്ട് ചോദിച്ച് നിർത്തി. ഒന്നാമത് വെയിറ്റ് ഇതാ ഇതേപോലെയാണ് സ്റ്റക്ക് ആവണം. അപ്പോൾ കാര്യമായിട്ട് പുരോഗതി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നമ്മൾ പോയി ഒരു മാസം ആവാനായി ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കിലോനാണ് പാകം കുറട്ടുള്ളൂ. ഒന്നാമത് ഫുഡടി കുറവൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ പുറത്ത് പോവുക ഫുഡടിക്കുക ഇത് തന്നെയാണല്ലോ കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറയാത്തത് എനിക്കറിയാം. എന്നാലും ഒരു സമാധാനം ഉള്ളത് കൂടിയിട്ടില്ല. ഒന്ന് പിന്നെ മക്കളൊക്കെ പോകുമ്പോൾ ആദ്യമൊന്നും ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം നമുക്ക് ഡയറ്റിലാണല്ലോ എന്ന് വിചാരിക്കണതുകൊണ്ട് കുറച്ചൊരു കൺട്രോളാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരും ഇത്രയെങ്കിലും കുറഞ്ഞു കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോൾ 100 കണ്ടേന് നോമ്പിന് ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ ചെയ്ത് നോക്കട്ടെ. ചെയ്തിട്ട് മാറ്റുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് വരാം.
എന്തായാലും ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് മുമ്പിൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് പുലർച്ചെ എന്തായാലും കഴിക്കാൻ കഴിയില്ല. പുലർച്ചെ ഫുഡ് കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഞാൻ അങ്ങനെ പുലർച്ചെ കഴിക്കാറില്ല. അപ്പം പിന്നെ ഉള്ളത് നമ്മൾ മഗ്‌രിബിന് നോമ്പ് തുറക്കുമ്പോഴാണ്. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറക്കാൻ പറ്റുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ റമദാൻ ഞാൻ 5 കിലോനോളം കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റമദാനും നമുക്കങ്ങനെ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ചെയ്തവരൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, തുടങ്ങിയവരൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് ബാക്കോട്ടാണ് ഇപ്പോൾ, എന്താ അറിയില്ല, ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഫുഡ് അടിക്കാനുള്ളൊരു ത്വരയാണ്. അപ്പോൾ ചിലപ്പോൾ വല്ല ഹോർമോൺ ചേഞ്ച് കൊണ്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.